നമ്മളിപ്പോൾ കുറേ ബൈറ്റുകൾ കണ്ടല്ലോ, പ്രതികരണങ്ങൾ DYFI നേതാക്കളുടെയും പിന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കൾ. സത്യത്തിൽ മിസ്സിംഗ് ആയുള്ള പ്രതികരണങ്ങൾ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് MB ഗോവിന്ദൻ മാസ്റ്റർ, CPIM സംസ്ഥാന സെക്രട്ടറി. 2 MA ബേബി, CPIM മലയാളിയായിട്ടുള്ള ജനറൽ സെക്രട്ടറി. 3 പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, CPIM പോളിറ്റ് ബ്യൂറോ അംഗം. അതായത് അവരുടെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആളുകൾ, നേതൃ പദവിയിലിരിക്കുന്ന ആളുകളടക്കം ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഉടൻ പ്രതികരിക്കേണ്ടുന്ന സംഭവമാണിത്. പക്ഷേ അവർ പോലും ഇതിനെ ആ ഗൗരവത്തിൽ കാണുന്നില്ല. ഇവരെല്ലാം പ്രതികരിക്കാൻ തയ്യാറായാൽ മൈക്കും കൊണ്ട് ആളുകൾ ചെല്ലുമല്ലോ. ഇവരതിനെ അത്ര ഗൗരവമുള്ള കാര്യമായിട്ട് കാണുന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. DYFIക്കാർ അവരുടെ കാര്യം പറഞ്ഞു, പിന്നെ CS സുജാത അവരുടെ കാര്യം പറഞ്ഞു എന്നല്ലാതെ നമ്മൾ വലിയ പ്രതികരണങ്ങൾ കാണുന്നില്ല. ഇതെല്ലാവരുടെയും വിചാരം കള്ളം പറയുന്നത് അത്ര വലിയ പ്രതികരണം അർഹിക്കുന്ന ഒരു കാര്യമല്ല എന്നാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഇതിപ്പോൾ കള്ളന്മാർക്കും മണ്ടന്മാർക്കും, ഒന്നുകിൽ കള്ളന്മാർ അല്ലെങ്കിൽ മണ്ടന്മാർ, ഇവർക്ക് മാത്രമേ ഇങ്ങനൊരു വാർത്ത പ്രചരിപ്പിക്കാൻ പറ്റൂ. കാരണം ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ. ഇപ്പോൾ നമ്മൾ കണ്ട അദ്ദേഹത്തിൻ്റെ മകൻ അവിടെയുണ്ട്. ഇങ്ങനൊരു കാര്യമുണ്ട്, PK ശ്രീമതി എന്ന പേര് ഒരുപാട് ആളുകൾക്കുണ്ടാകാം. നമ്മുടെ നാട്ടിൽ ഈ പേര് ശ്രീമതി എന്നൊക്കെയുള്ള പേര്, അല്ലെങ്കിൽ എൻ്റെയും ശ്യാമലയുടെ ഒക്കെ പേര് പലർക്കും ഉണ്ടാകാം. അപ്പോൾ ആ പേര് ഇങ്ങനൊരു കോയിൻസിഡൻസ് ഉണ്ട്, ഇത് ആരെങ്കിലും വാങ്ങും? അദ്ദേഹം തന്നെ ചോദിക്കുകയാണ്. തൃശ്ശൂരുള്ള 60കളിൽ MLA ആയിരുന്ന ഒരാളുടെ പെൻഷൻ തുക വാങ്ങിയിട്ട് വേണമോ PK ശ്രീമതിക്ക് ജീവിക്കാൻ എന്ന് സ്വാഭാവികമായിട്ട് ഒരാളുടെ മനസ്സിൽ വരില്ലേ? അപ്പോൾ ടീച്ചർക്ക് എനിക്ക് തോന്നുന്ന അപമാനിതയായതുകൊണ്ടാണ് കരയുന്നത്. 50 വർഷമായിട്ട് ഞാൻ ഈ കേരളത്തിൽ ജീവിക്കുന്നു. 50 വർഷം, 2026 50 വർഷമായിട്ട് കേരളത്തിൽ ജീവിക്കുന്നല്ല, 50 വർഷമായിട്ട് ഞാൻ പൊതുപ്രവർത്തന രംഗത്തുണ്ട്. PK ശ്രീമതി ടീച്ചർ എന്ന് പറഞ്ഞാൽ അറിയാവുന്ന വിധത്തിൽ CPIM എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ശക്തമായ 2 പാർട്ടികളിൽ ഒന്നിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് അവരിവിടെയുണ്ട്. ഈ നാട്ടിലെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. കണ്ണൂർ CPIM ഏറ്റവും ശക്തിപ്പെട്ട സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ഞാൻ 50 വർഷമായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ എന്നെപ്പറ്റി ഇത്രയും സില്ലിയായിട്ട് ഉള്ള കള്ളത്തരം പറഞ്ഞാൽ അതിങ്ങനെ അപമാനിക്കുന്ന വിധത്തിൽ പ്രചരിപ്പിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ടാണ് അവർ കരയുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് വ്യക്തിപരമായിട്ടൊരു പ്രശ്നം വന്നിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പോലും അവരുടെ പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്ക് ഇത് ഗൗരവമുള്ളതല്ല. അവർ വിതുമ്പാണ് സംസാരിക്കുമ്പോൾ. ഞാൻ എൻ്റെ ജോലിയുടെ തുടക്കകാലം തൊട്ട് കാണുന്നയാളാണ് PK ശ്രീമതി. അവർക്കെതിരായിട്ട് ഒരുപാട് രാഷ്ട്രീയമായിട്ടും അല്ലാത്ത തരത്തിലുള്ള ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വരുന്ന എല്ലാത്തരം ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. പലതരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്തൊന്നും അവർ കരഞ്ഞായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് കരയുന്നത്? ഇതെന്തൊരു നിസ്സാരമായിട്ടുള്ള ഒരു ഇങ്ങനെ സില്ലിയായിട്ട് ആക്രമിക്കാവുന്ന ഒരാളാണോ ഞാൻ? എനിക്ക് എൻ്റെ നേരെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ മറ്റാരുടെയെങ്കിലും പെൻഷൻ വാങ്ങുന്നു എന്ന് പറഞ്ഞ് എൻ്റെ നേരെ പറഞ്ഞ് എനിക്ക് സങ്കടം വരും. എന്താണെന്നറിയാം, അത് അധിക്ഷേപിക്കലാണ്, പരിഹസിക്കലാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ നമ്മൾ വളരെ വിശാലമായ രാഷ്ട്രീയം കൂടിയുണ്ട്. നമ്മൾ ഈ ഇന്ത്യയിൽ പിന്നെ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ചേർന്നൊക്കെ ഉണ്ടാക്കിയ വളരെ വിശാലമായിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തേക്ക് ഒരുപാട് ദീർഘകാലം നീണ്ടുനിന്ന രാഷ്ട്രീയ ആ ഒരു തീം മറഞ്ഞു വീണിട്ട് മറ്റൊരു രാഷ്ട്രീയം നമ്മുടെ നാട്ടിലേക്ക് വന്നത് 2014 മറ്റൊരു രാഷ്ട്രീയ സംഗതി, ഒരു പ്രത്യയശാസ്ത്രം അധികാരത്താൽ സ്ഥാപിതമായത്. അവർ വരുന്നതിന് തൊട്ട് മുമ്പ് വന്നത് ഇതുപോലെ ഒരുപാട് നുണകളാണ്. ഒരുപാട് നുണകൾ, കള്ളത്തിൻ്റെ മുകളിലാണ്, കള്ളങ്ങളുടെ മുകളിലാണ് രാഷ്ട്രീയം മാറി മറിഞ്ഞത്. അമ്പലം, പള്ളി, മതം, ചില നേതാക്കന്മാരെ കുറിച്ച് ഇല്ലാത്ത കഥകൾ, മരിച്ചുപോയ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകളെ പറ്റി അധിക്ഷേപിക്കുന്ന കഥകൾ. ഇങ്ങനെ ആദ്യം മന്ത്രിമാരുടെ വണ്ടികളൊക്കെ വരുമ്പോൾ അതിൻ്റെ പൈലറ്റ് വാഹനം വരില്ലേ? പൈലറ്റ് വാഹനം, ഈ രാജ്യത്തെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പൈലറ്റ് വാഹനം നുണകളായിരുന്നു. നുണകൾ ആദ്യം വന്നിട്ടാണ് മറ്റൊരു രാഷ്ട്രീയം വന്നത്. കേരളത്തിലേക്കും അങ്ങനെ വരികയാണ്. ഇത് നിസ്സാരമായിട്ട് PK ശ്രീമതിക്കെതിരായിട്ടുള്ള, അല്ലെങ്കിൽ നിസ്സാരമായിട്ടൊന്നല്ല, ഒരാൾക്കെതിരെ മാത്രമുള്ള കാര്യമല്ല. ഇത് സുഘടിതമായിട്ടും സംഘടിതമായിട്ടും ഒരു പക്ഷത്തുള്ള നേതാക്കളെ, മറുപക്ഷത്തുള്ള നേതാക്കളെ ഡീമെറിറ്റ് ചെയ്യുക, ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്ന വലിയ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള പ്രചാരണങ്ങളുണ്ട്. അതായത് ബന്ധുക്കളല്ലാത്ത ആളുകളെ ബന്ധുക്കളായിട്ട് ചേർത്ത് വെച്ചിട്ട് വാട്സപ്പ് മെസ്സേജുകൾ ഇങ്ങനെ പ്രവഹിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രവഹിക്കുക, അർദ്ധസത്യങ്ങളെ പൂർണ്ണ സത്യങ്ങളായിട്ട് അവതരിപ്പിക്കുക. ഇതിങ്ങനെ സംഭവിക്കുകയാണ്. പിന്നെ അർദ്ധസത്യങ്ങളിൽ പിടിച്ചിട്ട് രാഷ്ട്രീയം നടത്താം എന്ന് തീരുമാനിച്ചിരിക്കുന്ന ചില ആളുകൾ അധികാര പദവിയിലേക്ക് വരിക കൂടെ ചെയ്തതോടുകൂടി ഇത് ഇവിടെ മൊത്തത്തിൽ വളരെ കാലുഷ്യം നിറഞ്ഞൊരു കാലത്തേക്ക് നമ്മുടെ നാട് പോകും എന്നതിനുള്ള തെളിവായിട്ട് കുറേയേറെ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സത്യത്തിനകത്ത് നിന്നില്ലെങ്കിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനും, അതായത് രാഷ്ട്രീയക്കാരിങ്ങനെ തുടങ്ങിയാൽ ആ രാഷ്ട്രീയം ഞങ്ങൾക്ക് നുണകളിലൂടെ സ്ഥാപിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര കുഴപ്പമുണ്ടാവും. മറ്റുള്ളവരെ പറ്റി കള്ളം പറഞ്ഞ്, ഇപ്പോൾ എങ്ങനെയാണ് ഓരോ സ്ഥലത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നത്? കള്ളം പറഞ്ഞിട്ടാണ്. കള്ളം വിഷ്വൽസ് ഉണ്ടാക്കുകയും പിന്നെ ബംഗ്ലാദേശിൽ നടന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ നടന്നതാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടാണ്, കള്ളങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടാണ്. അവിടെയാണ് മാധ്യമങ്ങളുടെ ധർമ്മം. സത്യം, നമ്മുടെ കാര്യം എന്താ? സത്യം. നമ്മൾ സത്യമേ പറയൂ, സത്യവാർത്തയെ കൊടുക്കൂ. നമ്മൾ ഈ സത്യം ഇങ്ങനെ കള്ളം പറഞ്ഞാൽ അതിനെ പൊളിക്കും നമ്മൾ. അതുകൊണ്ടല്ലേ ഇത് ഏതെങ്കിലും മാധ്യമത്തിൽ വന്നോ? നമ്മളടക്കമുള്ള ചാനലുകൾ, ഇത്രയും 10 ചാനലുകൾ ഇവിടെ പ്രധാനമായിട്ടുള്ള ചാനലുകളുണ്ട്. നമ്മളടക്കമുള്ള 10 ചാനൽ, 9 ചാനലുകൾ വന്നില്ലല്ലോ.
ഈ പറയുന്ന പത്രങ്ങളിൽ മലയാള മനോരമയും മാതൃഭൂമിയും മാധ്യമവും ദേശാഭിമാനി അടക്കമുള്ള സംസ്ഥാനത്തെ പത്രങ്ങളിൽ ഈ വാർത്ത വന്നോ? എന്താ? ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാവരും പല ആളുകളും മാപ്രാന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കണം. പക്ഷേ നമ്മൾ സത്യമാണ് ആത്യന്തികമായിട്ട് തേടുന്നത്. കള്ളം കൊടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയേക്കാം നമ്മൾ വിചാരിക്കുക. അതും എങ്ങനെ എളുപ്പത്തിൽ തട്ടി ഉടഞ്ഞു പോകുന്ന കള്ളം എന്തിനാണ് കൊടുക്കുന്നത്? ആ കൊടുക്കുന്ന വാർത്ത രണ്ട് തരം ആളുകളെ ചെയ്യും. ഒന്നുകിൽ മണ്ടന്മാർ, അവർക്ക് വിവരം ഉണ്ടാവില്ല, ബുദ്ധിയില്ലാത്ത ആളുകൾ ഇത്രയും നിസ്സാരമായിട്ടുള്ള കള്ളം ഇത് വിളിച്ചു ചോദിച്ചാൽ തീരുന്ന കേസല്ലേ ഉള്ളൂ. ടീച്ചർ പെൻഷൻ വാങ്ങുന്നുണ്ടോ? പിന്നെ PK ശ്രീമതി എന്ന് പറയുന്ന 10-75 വയസ്സ് പ്രായമുള്ള 19 വർഷമായിട്ട് ഈ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ഒരാൾക്ക് ഒരു പെൻഷൻ തുക വാങ്ങിച്ചിട്ട് വേണോ ജീവിക്കാൻ എന്ന കോമൺ സെൻസ് വെച്ച്, അപ്പോൾ ആ കോമൺ സെൻസ് ഇല്ലാത്ത മണ്ടന്മാരാണ് ഒരു വാർത്ത കൊടുക്കുക. അല്ലെങ്കിൽ കള്ളത്തരം പറയുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കള്ളത്തരത്തിലൂടെ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാം എന്ന വഴിക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് കൊടുക്കുക. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഉറപ്പ് ഈ രണ്ടാമത് പറഞ്ഞ ആളുകളാണ് ഈ വാർത്ത കൊടുക്കുന്നത്. അവർക്കൊരു അജണ്ടയുണ്ട്, അവർക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം വലുതായ രാഷ്ട്രീയ ഉദ്ദേശമാണ്. ആ വലുതായ രാഷ്ട്രീയ ഉദ്ദേശം തിരിച്ചറിയുക എന്നുള്ളത് രണ്ട് കാരണങ്ങളാൽ ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞ 3 പേർ, MB ഗോവിന്ദൻ മാസ്റ്റർ, പിണറായി വിജയൻ, MA ബേബി എന്നിവർക്ക് ഈ രാത്രി കഴിഞ്ഞ് പകലാകുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്താനുള്ള ഉത്തരവാദിത്തമുള്ളത് ഇതൊരു വലുതായ രാഷ്ട്രീയ അജണ്ട ആയതുകൊണ്ടാണ്. അതവർ തിരിച്ചറിയും. എനിക്ക് അവരെ ഉപദേശിക്കുന്നതെന്ന് ഒരു മടിയില്ല. അതായത് ഇത് വലുതായ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, അവരുടെ സഖാവായിട്ടുള്ള ദീർഘകാലമായിട്ട് 5 പതിറ്റാണ്ടോളമായിട്ട് അവരുടെ സഹപ്രവർത്തകയായിട്ടുള്ള ഒരാൾ, ഒരു നേതാവ്, സംസ്ഥാനത്ത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അറിയാവുന്നൊരു വനിതാ നേതാവ് ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് വിതുമ്പുന്നു. ഉടനടി വരേണ്ട പ്രതികരണം വന്നില്ല. രണ്ടാമത്തെ കാരണം എന്താണ്? ഇതൊരു അജണ്ട വെച്ചിട്ടുള്ള സംസ്ഥാനത്തെ, നമ്മുടെ നാടിനെ ആകപ്പാടെ തന്നെയും മാറ്റി തീർക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെഷീനറി തള്ളുന്ന കാര്യമാണ്. അതിനങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ സംഗതി കൂടെയുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ ഉദ്ദേശം കൂടെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കേണ്ട ആളുകൾ ആരാണ്? അതും ഈ 3 പ്രധാനപ്പെട്ട ആളുകളാണ്. അവർക്ക് എന്താ ജോലി? ആളുകൾ ചോദിക്കില്ലേ? VK സനോജും ചിന്താ ജെറോമും CS സുജാതയൊക്കെ വന്ന് പറഞ്ഞു നല്ലത്. പക്ഷേ അതല്ല, ഇത് ചെറിയ കാര്യമല്ല എന്ന് കണ്ടിട്ട് ഞങ്ങളുടെ നേതാവിനെ പറ്റി കള്ളം പറയാണോ നിങ്ങൾ എന്ന് പറയേണ്ടുന്ന ഈ സഖാക്കളോടുള്ള പാരസ്പര്യം എന്ന മറ്റുള്ള കാര്യവും അവർക്കുണ്ട്. രണ്ടാമത്തേത് ഈ പറയുന്ന രാഷ്ട്രീയ സംഗതിയാണ് എന്നതുകൊണ്ടുണ്ട്. ഈ രാഷ്ട്രീയ കാരണം അവിടെ ഉള്ളതുകൊണ്ട് അത് CPM-കാരുടെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല എന്നുകൂടെ ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിലെ മറ്റു നേതാക്കളും അത് പറയേണ്ടതാണ്. ഇങ്ങനെയാണോ കള്ളം പറയുന്നത് എന്ന് കോൺഗ്രസ്സുകാർ ചോദിക്കണം. ഇങ്ങനെയാണോ കള്ളം പറയുന്നത് എന്ന് VD സതീശൻ ചോദിക്കണം. പക്ഷേ അത് അദ്ദേഹം തീരുമാനിച്ചോട്ടെ. ഞാനതെങ്ങനെ അദ്ദേഹത്തോട് പറയാം? ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ അർദ്ധസത്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഞാൻ അദ്ദേഹം വന്ന് പ്രതികരിക്കണമെന്ന് പറയുന്നത് സുഖമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. പക്ഷേ ഇത് നമ്മുടെ രാഷ്ട്രീയം എന്നുള്ളത്, ഈ കേരളം ഇങ്ങനെയായിട്ട് നിലനിൽക്കുന്നത് അതിന് സത്യസന്ധതയുടെ ഒരു സംഗതികളതുകൊണ്ടാണ്. കള്ളം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ ഭയങ്കരമായ കള്ളത്തരങ്ങൾ മറ്റുള്ള ആളുകളെ പറ്റി പറഞ്ഞ് സ്ഥാപിക്കുക കേരളത്തിൽ നിന്ന് എളുപ്പമല്ല. മനുഷ്യർക്ക് ഇതെല്ലാം അറിയാം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, അദ്ദേഹം CPM വിരോധിയാണ്. അദ്ദേഹം ഈ മുൻ MLA 1960-കളിലെ MLA ആയിരുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന MLA-യുടെ മകനായ അദ്ദേഹം വന്ന് പറയുന്നത്, എനിക്ക് അവർ കരയുന്നുണ്ടപ്പോൾ സങ്കടം തോന്നി. ഞാനൊരു CPM വിരോധിയാണെന്ന് കൂടെ അവർ പറയുന്നത്. എനിക്ക് ഭയങ്കര വിരോധമാണ് CPM-നോട്. പക്ഷേ ഇത് കള്ളത്തരാണ്. അദ്ദേഹത്തിന് പറയണമല്ലോ എന്തായാലും. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുന്ന സാധാരണ മനുഷ്യരുടെ അടുത്ത് ഇത്തരം പരിപാടികൾ വിലപ്പോവില്ല. ഇതേതോ അധോതലത്തിലൂടെ ഇങ്ങനെ പോവാണ്. അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇത് കാണുകയും വായിക്കുകയും പ്രചരിപ്പിക്കുകയും വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന മനുഷ്യരിൽ 3/4 ആളുകളും ഇത് വിശ്വസിക്കുന്നില്ല. അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് കള്ളം പറയുന്നതാണ്. അപ്പോൾ അതിനെ കുറേ കൂടെ ഗൗരവത്തിൽ കാണാനുള്ള ഉത്തരവാദിത്തം നിശ്ചയമായിട്ടും നമ്മുടെ മറ്റു മാധ്യമങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അവരെപ്പോലുള്ള മാധ്യമമല്ല, നമ്മൾ സത്യം പറയുന്ന മാധ്യമമാണ്. അതാണ് നമ്മുടെ കരുത്ത്. അപ്പോൾ അത് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾക്കുണ്ട്. രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ചും അവരുടെ ഭാഗത്തുള്ള അവരുടെ പാർട്ടിയുടെ നേതാക്കൾക്ക് ഇതേക്കാളും വലിയ ഉത്തരവാദിത്തമുണ്ട്. അവർ ആ ഉത്തരവാദിത്തം മറക്കരുത് എന്ന് കൂടിയുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അവരത് പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത്.